സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള വ്യാജ പ്രചാരണങ്ങളും ഡീപ് ഫേക്കുകളും തടയുന്നതിനായി അൽഗോരിതം അടിയന്തരമായി പരിഷ്കരിക്കാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവയുടെ മാതൃകമ്പനിയായ മെറ്റയോട് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ പദ്ധതിരേഖ സമർപ്പിക്കാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം മെറ്റയ്ക്ക് നിർദ്ദേശം നൽകിയതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞയാഴ്ച നീറ്റ് വിഷയങ്ങളിലെ പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്ക് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ മാപ്പ് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ മെറ്റയുടെ ആഗോള പ്രതിനിധി സംഘവുമായി കേന്ദ്ര സർക്കാർ ഉന്നതതല ചർച്ച നടത്തി. ഈ യോഗത്തിലാണ് അൽഗോരിതങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ഉറച്ച നിലപാട് കേന്ദ്രം വ്യക്തമാക്കിയത്. വ്യാജ വാർത്തകൾ, ഡീപ് ഫേക്കുകൾ, കൃത്രിമമായി നിർമ്മിച്ച ഹാനികരമായ ഉള്ളടക്കങ്ങൾ എന്നിവ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നത് തടയാൻ അൽഗോരിതങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ കണ്ടെത്തി ഉടനടി നീക്കം ചെയ്യുന്ന സംവിധാനം കുറ്റമറ്റതാക്കണം. ഏതെങ്കിലും ഉള്ളടക്കം നീക്കം ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ വൈകിക്കാതെ വേഗത്തിൽ നടപടിയെടുക്കണം. നിലവിൽ ഹാനികരമായ ഉള്ളടക്കങ്ങൾ കണ്ടെത്തുന്നതിന് മെറ്റ ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ യോഗത്തിൽ കമ്പനി അധികൃതർ വിശദീകരിച്ചിരുന്നു. എന്നാൽ തൃപ്തികരമായ ഫലം നൽകാൻ ഇത് പര്യാപ്തമല്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഡീപ് ഫേക്കുകളും തെറ്റായ വിവരങ്ങളും തടയുന്നതിൽ പരാജയപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് മെറ്റയ്ക്കെതിരെ കേന്ദ്രത്തിന്റെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത്.